ഇനി ഞാൻ നിങ്ങളെ ഒരു പൊങ്ങ് പരിചയപ്പെടുത്തുക. ഈ പൊങ്ങിന് ഒരുപാട് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇത് പറയാൻ വേണ്ടി. ഇത് ഒരു 2 മാസം മുമ്പ് എൻ്റെ മോളുടെ മോൻ അനന്തന് ഇവിടെ വീട്ടിൽ വന്നപ്പം ഞാനൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പൊങ്ങ് കണ്ടു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മമ്മ ഈ പൊങ്ങ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. എനിക്ക് പക്ഷെങ്കിൽ അതിൻ്റെ ഉത്തരം കൊടുക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി. ഇവൻ പോയതിന് ശേഷം ഞാൻ നല്ല വിളഞ്ഞൊരു തേങ്ങ, ഈ തേങ്ങ ഞാൻ എൻ്റെ പഴയ കാലത്തെ അറിവുകളാണ് അത് ഇതിങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം. അത് ഞാനെടുത്ത് വെള്ളത്തിലിട്ടു, 3 ദിവസത്തേക്ക് വെള്ളത്തിലിട്ടു. എൻ്റെ വല്യച്ഛനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടെന്തോ ഒരു അറിവ് എൻ്റെ ഉള്ളിൽ കിടന്നതാണ്. വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഈർപ്പമുള്ള ഒരു സ്ഥലത്ത്, ഈർപ്പവും കുറച്ചൊക്കെ മഴ, നിരന്തരമായിട്ടല്ല കുറച്ചൊക്കെ മഴ പെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു മുറിയിൽ തന്നെ അതിനെ കൊണ്ടുവച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. അന്നേരം ഒന്നും കണ്ടില്ല. ഒരു 1.5 മാസമൊക്കെ ആയപ്പോൾ ചെറിയൊരു മുള വരുന്നത് പോലെ എനിക്ക് തോന്നി. അത് അപ്പോഴും ഞാനിതിനെ എടുത്തില്ല. കാര്യം ചെറിയ മുള വന്നു കഴിഞ്ഞാൽ ഈ പൊങ്ങ് ഇത്രയും തിക്കായിട്ട് വരത്തില്ല. ആ മുള കുറച്ച് കൂടുതലായിട്ട് വന്നപ്പം ഞാൻ ഇന്നെടുത്ത് ഇത് പൊട്ടിച്ചതാണ്. പൊട്ടിച്ച് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് സാധനം, നല്ല രുചിയുണ്ട്. പിന്നെ ഡോക്ടർമാരിതിന് പ്രതിരോധശക്തി കൂടുതലെന്നും ദഹനത്തിന് കൊള്ളാമെന്നുമൊക്കെ അവരുടെ നിഗമനമാണ്, നമ്മളത് കേൾക്കുന്നു. പിന്നെ ഇന്നെനിക്ക് വളരെ സന്തോഷവും തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എനിക്ക് ഉത്തരവും കിട്ടി. കാരണം അമ്മമ്മ 2 മാസം മുമ്പ് ഇതിങ്ങനെ ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത്. ഈർപ്പമുള്ള സ്ഥലത്തെ കുറച്ചൊക്കെ മഴവെള്ളം ഒക്കെ വീഴുന്ന ഒരു സ്ഥലത്ത് ഇതിനെ ഇങ്ങനെ നല്ല വിളഞ്ഞ തേങ്ങ ഇങ്ങനെ കൊണ്ടിട്ടാൽ മാത്രമേ നമുക്കിതിനെ ഇങ്ങനെ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്തത് എനിക്കിങ്ങനെ കിട്ടി. അത് എല്ലാം അങ്ങനെ ആകണമെന്നില്ല, അതിനെ ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പം അത് എൻ്റെ അറിവ് ഞാൻ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുന്നു. ഓക്കെ.